ചേച്ചി, അപ്പോൾ നമുക്ക് പെർഫോമൻസ് കാണാനുള്ള സമയമായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചേച്ചിയും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇന്ന് ആരായിരിക്കും വരണേന്ന് അറിയാൻ, അല്ലേ? അതെ. യെസ്. അപ്പൊ ഈ കേരളത്തിന്റെ ക്ഷേത്ര കലകളെ കുറിച്ചിട്ടൊക്കെ ചേച്ചിക്ക് അറിവുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓട്ടംതുള്ളൽ, കൂടിയാട്ടം കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഇന്ന് അതിനുള്ളൊരു അവസരമാണ് ഗീത ചേച്ചിക്ക് ഞങ്ങൾ തരാൻ പോകുന്നത്. ക്ഷേത്ര കലാരൂപമായ കൂടിയാട്ടം പെർഫോം ചെയ്യുന്ന ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥിയായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു മധുരിമ. അപ്പൊ മധുരിമ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ പറയൂ, ആദ്യം തന്നെ ഒരു വെറൈറ്റി നെയിം ആണ് അല്ലെ മധുരിമ. നല്ല മധുരമുള്ള ഒരു പേരാണ്. അതേപോലെ തന്നെയാണോ സ്വഭാവം? നല്ല സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ? സ്വീറ്റ് ആണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. വേറെ ഞാൻ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പം? ഞാനിപ്പോ BSc സൈക്കോളജി വിമൻസിലായിരുന്നു. സൈക്കോളജി വിമൻസിൽ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ വായിക്കാനോ അങ്ങനെയൊക്കെ പറ്റുമോ? ഇല്ല, പറ്റൂല. അതെനിക്കൊന്നും ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ആണ്. സൈക്കോളജി മൈൻഡ് റീഡിംഗും ആയിട്ട് ഉള്ളൊരു നമുക്കൊരു തെറാപ്പി സെക്ഷനോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെക്ഷനിലൂടെ ഒക്കെയാണ് മനസ്സിലാവുള്ളൂ അവരുടെ ഒരു സംസാരം, മാനറിസം. 2-3 മിനിറ്റ് സംസാരിക്കുക, അവർക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ക്യാരക്ടറാണ്. കൂടിയാട്ടത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കാരണം അധികം ആളുകള് പെൺകുട്ടികളാണെങ്കിലും ട്രൈ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ ഏത് വയസ്സിലാണ് തുടങ്ങിയത്? ഞാനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. ആക്ച്വലി ഇപ്പം ഏതൊരു വീട്ടുകാരാണെങ്കിലും എന്തെങ്കിലും കലാരൂപം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് പാട്ട് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അപ്പൊ എന്നെയും അതുപോലെ തന്നെ പാട്ടും ഡാൻസും പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. പിന്നെ അച്ഛൻ ദേവസ്വം ബോർഡിലെ PRO ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി. അപ്പൊ അച്ഛൻ ഈ ക്ഷേത്രകലകളെ അറിയാം, ഇഷ്ടമുണ്ട്, അറിയാം. അപ്പം അങ്ങനെ ആഗ്രഹം തോന്നി മോളെ ഒരു ക്ഷേത്രകല പഠിപ്പിക്കാം. അപ്പം ഇനിഷ്യലി മനസ്സിൽ കഥകളിയായിരുന്നു. പിന്നെ ഈ കൂടിയാട്ടം എന്ന് പറയുന്ന യുനെസ്കോ അംഗീകരിച്ചൊരു കലാരൂപമാണ് 2001. അപ്പം അങ്ങനെയാണെങ്കിൽ മോളെ അങ്ങനത്തെ ഒരു അംഗീകരിച്ചൊരു കലാരൂപം പഠിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് കൂടിയാട്ടത്തിലോട്ട് വന്നത്. ഞാൻ ഗീത ചേച്ചി ആണെങ്കിലും കണ്ടിട്ട് സിനിമയിലൂടെയാണോ കണ്ടിട്ടുള്ളത്? നേരിട്ട് കൂടിയാട്ടം കണ്ടിട്ടില്ലല്ലോ? ഇല്ല, കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ പെർഫോമൻസ് ഗീതേച്ചിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പെർഫോമൻസ്. താങ്ക് യു. നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം മുത്തശ്ശി. നമസ്കാരം. മുത്തശ്ശിയുടെ പേര് പറയൂ. ഭഗവതി അമ്മ. ഭഗവതി അമ്മ. അമ്മേ ഭഗവതി. നിങ്ങൾ കാലത്തൊക്കെ തിരുവാതിര അതൊക്കെ അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടോ? ചെറുതിര തിരുവാതിര ഓണത്തിനൊക്കെ? ചെറുതിര ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു മകൾക്കൊരു മകളെ ഉള്ളോ? ചേട്ടനുണ്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് മധുരിമയുടെ അമ്മയെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? മീനാംബിക എന്നാണ് മുഴുവൻ പേര്. വർക്കിംഗ് ആണോ അതോ ഹൗസ് വൈഫ്? സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇനി അച്ഛനെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? എൻ്റെ പേര് മുരളി കോട്ടക്കകം എന്നാണ് ചെറുതായിട്ട് അറിയപ്പെടുന്നത്. മുരളി കോട്ടക്കകം എന്നാണ് ചെറുതായിട്ട് അറിയപ്പെടുന്നത്. അതെന്താണ് ഈ ചെറുതായിട്ട് അറിയപ്പെടാൻ കാരണം? ചെറുപ്പത്തിലെ ഒരു വലിയ കലാകാരനാവണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷെ എങ്ങും എത്തിയില്ല. എല്ലാം ചെറുതായിട്ട് പോയി. അപ്പോൾ എൻ്റെ മക്കളെങ്കിലും ആ ഫീൽഡിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അതൊരു പരിധിവരെ വിജയിച്ചു. ഇനി ഗീത ചേച്ചിയാണെന്ന് നമുക്ക് ഗസ്റ്റ് എടുത്തേക്കട്ടെ. ചേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അഭിമന്യു എന്നുള്ള സിനിമയിലെ ലാലേട്ടന്റെ ജോഡിയായിട്ടുള്ള ആ കണ്ടു ഞാൻ മിഴികളിൽ നിന്നുള്ള പാട്ടും ആ സോങ് പിക്ചറൈസേഷൻ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരും. എന്തായാലും എല്ലാവരെയും പരിചയപ്പെട്ടതിലും വിശേഷങ്ങൾ കേട്ടതിലൊക്കെ സന്തോഷം.